രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ടൂറിസം വകുപ്പിന്റെ ക്ഷണത്തിൽ. യാത്രയും താമസവും ഒരുക്കിയത് ടൂറിസം വകുപ്പാണെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. വാർത്ത പുറത്തുകൊണ്ടുവന്ന മാധ്യമങ്ങളെ പഴിക്കുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രചാരണത്തിനായാണ് ടൂറിസം വകുപ്പ് 41 ബ്ലോഗർമാരെ കേരളത്തിലേക്ക് ക്ഷണിച്ചത്. ദൃശ്യങ്ങൾ പകർത്താനുള്ള സൌകര്യം, വേതനം, ഭക്ഷണം, താമസം തുടങ്ങിയ സൌകര്യങ്ങൾ സർക്കാർ ഒരുക്കി. സ്വകാര്യ ഏജൻസിക്ക് ഇതിനുള്ള കരാറും സർക്കാർ നൽകി. 2024 ജനുവരി മുതൽ 2025 മെയ് വരെയാണ് സർക്കാർ വ്ളോഗർമാരെ ക്ഷണിച്ചത്. ഇതിലാണ് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയും ഉൾപ്പെട്ടത്. ഇത് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് പുറത്തുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിലാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത്. തന്ത്രപ്രധാനമായ ഇടങ്ങൾ സന്ദർശിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട ജ്യോതി മൽഹോത്രയുടെ സന്ദർശന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചെങ്കിലും ഒന്നും പുറത്തുവിട്ടിരുന്നില്ല. അന്വേഷണം നടക്കുന്നതിന് ഇടയിലാണോ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്ന് ടൂറിസം വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല. ചാരവൃത്തി ചെയ്യുന്നവരെ ബോധപൂർവം കൊണ്ടുവരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്നാണ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ജനങ്ങൾക്ക് അറിയാലോ, ചാരപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഓരോവിടെ വിളിച്ച് അതിൻ്റെ എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരോ മന്ത്രിമാരാണോ കേരളത്തിൽ? അല്ല, നമ്മൾ എല്ലാം നല്ല ഉദ്ദേശത്തോടെയാണല്ലോ ചെയ്യുന്നത്. എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. വിഷയം താൻ നേരത്തെ ഉന്നയിച്ചിരുന്നുവെന്നാണ് BJP നേതാവ് K സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയ കേസിൽ നിലവിൽ ജയിലിലാണ് ജ്യോതി മൽഹോത്ര. 24 കൊച്ചി.